കണ്ണൂരിലെ കല്യാശ്ശേരി ഒരിക്കൽ പോലും ഇടതിനെ കൈവിടാത്ത മണ്ഡലമാണ്. ഓരോ തിരഞ്ഞെടുപ്പിലും ഇടത് സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം ഉയർത്തുന്നതാണ് കല്യാശ്ശേരിയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം. എന്നാൽ ഇത്തവണ മാറ്റമുണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ. ഇടിവിനിടയില്ലാത്ത ഇടത് കോട്ടയാണ് കല്യാശ്ശേരി. ഏത് കാറ്റിനും കുലുക്കാനാവില്ലെന്ന് CPIM ഉറച്ചു വിശ്വസിക്കുന്ന മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ചരിത്രം തന്നെയാണ് അതിന് തെളിവും. മണ്ഡലം രൂപീകൃതമാകുന്നത് 2008-ൽ. 2011-ൽ ആദ്യ തിരഞ്ഞെടുപ്പ്. 29,966 വോട്ടുകൾക്ക് വിജയിച്ചത് LDF-ലെ TV രാജേഷ്. 2016-ലും TV രാജേഷ് MLA ആയി തുടർന്നു. ഭൂരിപക്ഷം 42,891. പിൻഗാമിയായി 2021-ൽ മത്സരത്തിനിറങ്ങിയ യുവനേതാവ് M വിജിനും മണ്ഡലത്തിലെ ഭൂരിപക്ഷമുയർത്തൽ തുടർന്നു. കല്യാശ്ശേരി വിജിന് നൽകിയത് 44,393 വോട്ടുകളുടെ ഭൂരിപക്ഷം. ഇത്തവണ വീണ്ടും വിജിൻ മത്സരത്തിനിറങ്ങുമ്പോൾ ചരിത്രത്തിന്റെ ആവർത്തനം തന്നെയാണ് ലക്ഷ്യം. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വികസനം തന്നെയാണല്ലോ ചർച്ച ചെയ്യേണ്ടത്. MLA ആയിട്ട് കഴിഞ്ഞ 5 വർഷത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരോട് ഞങ്ങൾ കൊടുത്ത ഉറപ്പെന്താ? നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ വികസനം ഏതാണോ അത് നിങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത് അത് വികസനം തന്നെയാണ്. കല്യാശ്ശേരിയിൽ ആ വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം സമാനതകളില്ലാത്ത വികസനം കല്യാശ്ശേരി മണ്ഡലത്തിൽ കഴിഞ്ഞ 2011-ലാണ് മണ്ഡലം രൂപീകരിക്കുന്നത്. 2011 മുതൽ അത് നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. കല്യാശ്ശേരി ഇടത് കോട്ടയല്ലെന്നും ഇത്തവണ UDF മണ്ഡലം പിടിക്കുമെന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു UDF സ്ഥാനാർത്ഥി രാജീവൻ കപ്പച്ചേരി. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെ ജനവികാരം UDF പെട്ടിയിൽ വോട്ടാകുമെന്ന് സ്ഥാനാർത്ഥിക്ക് വിശ്വാസം. കല്യാശ്ശേരി മണ്ഡലം ഈ തവണ UDF വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൽ പൂർണ്ണ ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. CPMന്റെ കോട്ട എന്നൊരു വസ്തുതയില്ല. അവർ ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ ആ പാർട്ടി ജനങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവരെ അധികാരം പിടിച്ചെടുത്തത് മാത്രമാണ്. യഥാർത്ഥ ജനാധിപത്യം നടപ്പാകുന്നതോടുകൂടി ഈ തവണ UDF വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. BJP സ്ഥാനാർത്ഥി AV സനലും മത്സരരംഗത്ത് സജീവമാണ്. ചെറുകുന്ന്, ചെറുതാഴം, ഏഴോം, കടന്നപ്പള്ളി, പാണപ്പുഴ, കല്യാശ്ശേരി, കണ്ണപുരം, കുഞ്ഞിമംഗലം, മാടായി, മാട്ടൂൽ, പട്ടുവം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് നിയമസഭാ മണ്ഡലം. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കല്യാശ്ശേരിയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 1,500-ലേറെ വോട്ടുകളുടെ ലീഡാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നേടിയത്. പഴയ മാടായി നിയമസഭാ മണ്ഡലത്തിൽ മാറ്റം വരുത്തിയാണ് കല്യാശ്ശേരി രൂപീകരിച്ചത്. 1957-ലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ KPR ഗോപാലനും 1970-ൽ MV രാഘവനും മത്സരിച്ച് ജയിച്ച ചരിത്രവുമുണ്ട് ഈ മണ്ഡലത്തിന്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.